വളയഞ്ചിറങ്ങര സ്കൂളിലെ വിദ്യാർത്ഥികൾ നാട്ടിലെ സാഹിത്യകാരന്മാർക്കൊപ്പം വായനശാല സന്ദർശിച്ചു. എഴുത്തുകാർക്കൊപ്പം നാട്ടിലെ ഗ്രന്ഥശാലയിൽ എന്ന പ്രോഗ്രാമിന്റെ ഭാഗമായിട്ടായിരുന്നു സന്ദർശനം. 8 ദിവസം നീളുന്ന പ്രോഗ്രാം പ്രശസ്ത കഥാകൃത്ത് സുരേഷ് കീഴിലം ഉദ്ഘാടനം ചെയ്തു. പ്രശസ്ത സാഹിത്യകാരന്മാരായ MP നാരായണപിള്ളയും C അയ്യപ്പനും P മധുസൂദനനും പഠിച്ച വിദ്യാലയത്തിലെ കുട്ടികൾ അവരുടെ പിൻഗാമികൾക്കൊപ്പം വളയഞ്ചിറങ്ങര വായനശാല സന്ദർശിച്ചു. വളയഞ്ചിറങ്ങര ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാരംഗം കലാസാഹിത്യ വേദിയുടെ ആഭിമുഖ്യത്തിൽ 8 ദിവസങ്ങളിലായി നടത്തുന്ന പ്രോഗ്രാമിന്റെ ഭാഗമായിരുന്നു സന്ദർശനം. സ്കൂളിലെ മുഴുവൻ കുട്ടികളും ഒരു സായാഹ്നം എഴുത്തുകാർക്കൊപ്പം ഗ്രന്ഥശാലയിൽ ചെലവഴിക്കുക എന്ന പരിപാടി പ്രശസ്ത കഥാകൃത്ത് സുരേഷ് കീഴിലം ഉദ്ഘാടനം ചെയ്തു. ഞാൻ പറഞ്ഞു എല്ലാ സ്ഥലങ്ങളിലും വായനശാല ഉണ്ടെന്ന് പറഞ്ഞു. ഈ വായനശാലയ്ക്ക് ഒരു പ്രത്യേകത ഉണ്ട്. എന്താ അറിയോ? കേരളത്തിലെ ഏറ്റവും മികച്ച വായനശാലയായി തിരഞ്ഞെടുക്കപ്പെട്ട വായനശാലയാണത്. വായനശാലകൾ ഇങ്ങനെ പല ഗ്രേഡുകളായിട്ട് തിരിക്കും. A+, A ഗ്രേഡ്, B ഗ്രേഡ്, B+, C+, ഇങ്ങനെ താഴേക്ക് പോരും. D, അങ്ങനെ പല ഗ്രേഡുകളുണ്ട് വായനശാല. അവിടുത്തെ പുസ്തകങ്ങളുടെ എണ്ണം, അവിടെ നടക്കുന്ന ആക്ടിവിറ്റികൾ, ഇതൊക്കെ വെച്ചിട്ടാണ് ആ വായനശാലകളുടെ ഗ്രേഡ് നിശ്ചയിക്കുക. ഈ വായനശാല A+ ആണ്. അങ്ങനെ എറണാകുളം ജില്ലയിലെ എത്ര വായനശാല ഉണ്ട് സാർ? വളരെ കുറച്ചാണ്. കൈവിരലുണ്ടാവുന്നത്ര വായനശാലകളാണ് ഈ A+ വായനശാലകളുള്ളൂ. അവിടെ പുസ്തകങ്ങൾ കൂടുതലുണ്ടാവും, ഇതുപോലെ എല്ലാ സൗകര്യങ്ങളും കൂടുതലുണ്ടാവും. അങ്ങനെ ഒരു വായനശാലയിലാണ് നിങ്ങളിരിക്കുന്നത്. തീർച്ചയായിട്ടും ഞാനുമൊക്കെ ഭാഗ്യം ചെയ്ത ആളുകളാണ്. കാരണം ഒരു പുസ്തകം വേണമെങ്കിൽ നമുക്ക് ദൂരെ എവിടെ അന്വേഷിച്ച് പോകണ്ട. നമ്മുടെ തൊട്ട് മുറ്റത്ത് ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ മിക്കവാറും നമ്മൾ ആവശ്യപ്പെടുന്ന പുസ്തകം, നമ്മൾ ആഗ്രഹിക്കുന്ന പുസ്തകം നമുക്ക് ഇവിടുന്ന് കിട്ടും, ₹1 പോലും കൊടുക്കാതെ. അത്ര മനോഹരമായ ഒരു സ്ഥലത്താണ് നമ്മളിപ്പോൾ ഇരിക്കുന്നത്. ഇതേപോലെ തന്നെ നമുക്ക് അഭിമാനിക്കാവുന്ന മറ്റൊരു കാര്യം, നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഈ എഴുത്തുകാരെ നമ്മൾ കണ്ടു. ഇതെല്ലാം കേരളം മുഴുവൻ അറിയപ്പെടുന്ന എഴുത്തുകാരാണ്, വളരെ പ്രശസ്തരായിട്ടുള്ള എഴുത്തുകാരാണ്. നമ്മൾ ഏതെങ്കിലുമൊക്കെ സമയത്ത് നമ്മൾ വായിക്കുകയും പഠിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള ആളുകളാണ്. ആ കൂട്ടത്തിൽ പറയാവുന്ന ഒരു 5-6 എഴുത്തുകാർ നമ്മുടെ നാട്ടിൽ നിന്നുണ്ടെന്നുള്ളതാണ്. നമ്മുടെ പെരുമ്പാവൂർ മേഖല ഇങ്ങ് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 7-8 എഴുത്തുകാരെ നമുക്ക് ഈ കൂട്ടത്തിൽ തന്നെ, അവരുടെ പടങ്ങളൊക്കെ ഈ കൂട്ടത്തിലുണ്ട്. അതിലൊന്നാമത്തെ ആൾ മലയാറ്റൂർ രാമകൃഷ്ണൻ. കേട്ടിട്ടുണ്ടോ നിങ്ങൾ ആരെങ്കിലും? മലയാറ്റൂർ രാമകൃഷ്ണൻ എന്ന് പറഞ്ഞ എഴുത്തുകാരനുണ്ടായിരുന്നു. അദ്ദേഹം സിനിമയ്ക്കൊക്കെ തിരക്കഥ എഴുതിയിട്ടുള്ള ആളാണ്. ഉദ്ഘാടന യോഗത്തിൽ കുന്നത്തുനാട് താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി NP അജയകുമാർ, വളയഞ്ചിറങ്ങര VNKP വായനശാല സെക്രട്ടറി P രാജൻ, MK മദനമോഹനൻ, സ്കൂൾ മാതൃസംഗമം പ്രസിഡന്റ് ഷീജ എൽദോസ്, അധ്യാപികമാരായ G അജീന, G അനു, K ബിന്ദു, അരുൺ C, ഷീജ M എന്നിവർ പങ്കെടുത്തു. സ്കൂൾ ഹെഡ് മാസ്റ്റർ G ആനന്ദകുമാർ പരിപാടിയെക്കുറിച്ച് വിശദീകരിച്ചു. വളയഞ്ചിറങ്ങര ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാരംഗം കലാസാഹിത്യ വേദിയുടെ ആഭിമുഖ്യത്തിൽ ഈ വർഷം ഞങ്ങൾ ആവിഷ്കരിച്ചിട്ടുള്ളൊരു പുതിയ പദ്ധതിയാണ് നാട്ടിലെ എഴുത്തുകാർക്കൊപ്പം നാടിൻ്റെ ഗ്രന്ഥശാലയിൽ നിന്നുള്ള ഒരു പദ്ധതി. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വളയഞ്ചിറങ്ങര ഹയർ സെക്കൻഡറി സ്കൂൾ സ്ഥിതി ചെയ്യുന്ന വളയഞ്ചിറങ്ങരയിൽ തന്നെയാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഗ്രാമീണ വായനശാലകളിൽ ഒന്നായ VN കേശവപിള്ള സ്മാരക വായനശാല. ഏതാണ്ട് 40,000 പുസ്തകങ്ങളുള്ള, ഒപ്പം കേരളത്തിലെ എല്ലാ മൺമറഞ്ഞ സാഹിത്യകാരന്മാരുടെയും ഛായാചിത്രങ്ങൾ പ്രദർശിപ്പിക്കുന്ന ഒരു ആർട്ട് ഗ്യാലറി അടക്കമുള്ള വായനശാലയിൽ ഞങ്ങളുടെ കുട്ടികൾ സന്ദർശിക്കാനും അവർ പഠിക്കുന്ന സാഹിത്യ പുസ്തകങ്ങൾ നേരിട്ട് പരിചയപ്പെടാനും ഒപ്പം പുസ്തകങ്ങളോടും വായനയോടും താല്പര്യമുണ്ടാവാനും കഴിയുന്ന തരത്തിലുള്ള ഒരു വലിയ പദ്ധതിയാണ് ഈ സാഹിത്യകാരന്മാർക്കൊപ്പം, നാട്ടിലെ സാഹിത്യകാരന്മാർക്കൊപ്പം വായനശാലയിൽ ഒരു സായാഹ്നം എന്ന പേരിൽ ഞങ്ങൾ ആവിഷ്കരിച്ചിട്ടുള്ളത്. ഇതിൻ്റെ ഏറ്റവും പ്രത്യേകത എന്ന് പറയുന്നത്, ഞങ്ങളുടെ സ്കൂളിൽ തന്നെ പഠിച്ച് പോയ ഞങ്ങളുടെ പൂർവ്വ വിദ്യാർത്ഥികളായ സാഹിത്യകാരന്മാർ, ഞങ്ങളുടെ സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം സമ്പന്നമായ ഒരു സാഹിത്യ ഭൂതകാലമുള്ള സ്കൂളാണ് ഞങ്ങളുടേത്. MP നാരായണപിള്ള അടക്കം പഠിച്ച ഒരു വിദ്യാലയം എന്ന രീതിയിൽ P മധുസൂദനൻ അടക്കം C അയ്യപ്പൻ എന്നിവർ വേണ്ട കേരളത്തിലെ എണ്ണപ്പെട്ട സാഹിത്യകാരന്മാർ പഠിച്ച ഒരു വിദ്യാലയമാണ് ഞങ്ങളുടേത്. വരും ദിവസങ്ങളിൽ വളയഞ്ചിറങ്ങരയിലെ എഴുത്തുകാർ ഈ പരിപാടിയോടനുബന്ധിച്ച് കുട്ടികളുമായി സംവദിക്കും. ന്യൂസ് ഡെസ്ക്, മീഡിയ സിറ്റി, പെരുമ്പാവൂർ.